നമസ്കാരം. ആരാധ്യനായിട്ടുള്ള നമ്മളുടെ പ്രധാനമന്ത്രിയെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അധിക്ഷേപിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, അതുവഴി നിങ്ങൾ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും ഭാരതത്തെയാണ്, ഭാരതത്തിൻ്റെ പൈതൃകത്തെയാണ്. ഈ പ്രസ്താവന ബഹുമാനപ്പെട്ട ഇമാം ഉമർ അഹമ്മദ് ഇല്യാസിയുടേതാണ്. കാര്യത്തെ കാര്യമായിട്ട് കാണുന്ന ആളുകൾ ഇസ്ലാം മതത്തിനകത്തുമുണ്ട്. അങ്ങനെയും കമൻ്റ് വന്നു. അത് കേട്ടപ്പോൾ ഒരു രസം തോന്നി. ആദരണീയനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ, അഥവാ ഭാരതീയർ തന്നെ അധിക്ഷേപകരമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതിനെതിരെ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ തലവൻ ബഹുമാനപ്പെട്ട ഇമാം ഉമർ അഹമ്മദ് ഇല്യാസി വളരെ രൂക്ഷമായിട്ടാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. 37 രാജ്യങ്ങൾ തങ്ങളുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി ശ്രീ മോദിയെ ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഭാരതരത്നമാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിലുണ്ട് അതുപോലെയുള്ള ഭാരതരത്നങ്ങൾ. 37 രാജ്യങ്ങൾ അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി ശ്രീ മോദിയെ ആദരിച്ചു. അതുവഴി അവർ ആദരിക്കുന്നത് ഭാരതത്തെയാണ്. അവർ ആദരിക്കുന്നത് ഭാരതത്തിൻ്റെ പൈതൃകത്തെയാണ്, ഭാരതീയരെയാണ്. എന്നാൽ ഇതേ ഭാരതത്തിനകത്തുള്ള ചിലർ മോദിയെ അപമാനിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ഭരണരീതികളോടും അതുപോലെ ഭരണകർത്താക്കളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശം ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. എന്നാൽ ആ വിയോജിപ്പുകളും പ്രതിഷേധങ്ങളും മാന്യതയുടെ പരിധികൾ ഉല്ലംഘിച്ചുകൊണ്ട് ഉള്ളതായിരിക്കരുത്. പ്രതിഷേധത്തിൻ്റെ പേരിൽ പൊതുസ്വത്ത് നശിപ്പിക്കരുത്. അധിക്ഷേപകരമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുകയുമരുത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഉമർ അഹമ്മദ് ഇല്യാസി തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു. ജന്തർ മന്ദറിൽ നടന്ന പാറ്റകളുടെ കലാപശ്രമത്തിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള വാക്കുകൾ പലരും ഉപയോഗിച്ചിരുന്നു. ഇതിനെതിരെയാണ് ബഹുമാനപ്പെട്ട ഇമാം പരസ്യ പ്രസ്താവനയിലൂടെ രംഗത്ത് വന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയാണ് എന്ന് ഇമാം പ്രസ്താവിച്ചു. ഞാൻ മുസ്ലിം സമൂഹത്തിൻ്റെ ഇമാമാണ്. തെറ്റ് ചെയ്യുന്നവരെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുന്നത് എൻ്റെ കടമയാണ്. ഞാനത് നിറവേറ്റുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ജൂലൈ 20 ഡൽഹിയിൽ ആരംഭിച്ച കലാപശ്രമങ്ങൾക്ക് നമ്മുടെ രാജ്യവും ഒപ്പം ലോകവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്നവരോട്, അവരുടെ ഭരണരീതികളോട്, ഭരണഘടനയോട് വരെ സമരം ചെയ്യാറുണ്ട്. അതൊരു അലങ്കാരമാണ്. ജനാധിപത്യ രാജ്യത്തിൽ അതൊരു അലങ്കാരമാണ്. സ്വേച്ഛാധിപത്യ രാജ്യത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവില്ലല്ലോ, അത് മനസ്സിൽ നിർത്തണം. പക്ഷെ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്ന സമയത്തും കരിങ്കൊടി കാണിക്കാനുള്ള അവകാശമുണ്ട്. ആയതുകൊണ്ട് അതിൽ തെറ്റുകളൊന്നുമില്ല. എന്നാൽ ജന്തർ മന്ദറിൽ നടന്ന കലാപശ്രമം അത് മര്യാദകളുടെയും രാജ്യം വിഭാവനം ചെയ്യുന്ന സർവ്വ നിയമ സംവിധാനങ്ങളുടെയും സീമകൾ ഉല്ലംഘിച്ചുകൊണ്ടുള്ളതായിരുന്നു. പ്രതിഷേധക്കാർ പലപ്പോഴും അവരുടെ പൊതു സ്വത്തുക്കൾ നശിപ്പിച്ചിട്ടുണ്ട്. ബസ്സുകളും വാഹനങ്ങളും കത്തിച്ചിട്ടുണ്ട്. റോഡുകൾ തടഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ സ്വത്തുക്കൾ പൂർണ്ണമായും പൊതുജനത്തിൻ്റേതാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ സർക്കാരിനോട്, അതിൻ്റെ ഭരണരീതികളോട് ആഭിമുഖ്യം വെച്ച് പുലർത്തുന്നവർക്കും അവകാശപ്പെട്ടതാണ്. ആയതുകൊണ്ട് തന്നെ നിലപാടുകളിലൂന്നി വിയോജിപ്പ് പറയാം, നിലപാടുകളിലൂന്നി സമരം ചെയ്യാം. പക്ഷേ അതൊരിക്കലും ഒരു സമരത്തിൻ്റെ സീമകൾ, അതിൻ്റെ മര്യാദകൾ അത് വിട്ടു പോകാൻ പാടില്ല എന്നുള്ളത്. പാർട്ടികളുടെ സമരാഭാസം ആത്യന്തികമായി രാഷ്ട്രത്തിനും ജനത്തിനും ദോഷം ചെയ്തു എന്നേ പറയാൻ കഴിയുള്ളൂ. ബൃഹത്തായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ വികേന്ദ്രീകൃത രൂപമാണ് കുടുംബങ്ങൾ. ഒരു വലിയ കൂറ്റൻ കെട്ടിടം, ബുർജ് ഖലീഫയുടെ മേലെ, അവിടെയും കല്ലുകൾ, അതുപോലെ കല്ല്, മണ്ണ്, സിമൻറ്റ്, കമ്പികൾ അതൊന്നൊന്നൊന്നായിട്ട് ചേർത്ത് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വികേന്ദ്രീകൃത രൂപം എന്താ? അതിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന പാറക്കല്ല്. അതുപോലെ ഒരു രാഷ്ട്രത്തിൻ്റെ വികേന്ദ്രീകൃത രൂപമാണ് കുടുംബങ്ങൾ. കുടുംബങ്ങളാണ് ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്നത്. സമൂഹങ്ങൾ ചേർന്നാണ് രാഷ്ട്രം ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് തന്നെ ആ രാഷ്ട്രം എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള സൗധം പണിയുമ്പോൾ അതിൽ ബലം കുറഞ്ഞ ഒരു കല്ല് പോലും ഉണ്ടാകാൻ പാടില്ല. ബലം കുറഞ്ഞ ഒരു കുടുംബം പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുള്ള കുടുംബങ്ങളിൽ പോലും വാദങ്ങളുണ്ടാകും, പ്രതിവാദങ്ങളുണ്ടാകും, വിയോജിപ്പുകളുണ്ടാകും, പ്രതിഷേധങ്ങളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ആ വീടിനകത്തുള്ള ആൾക്കാർ മുഴുവൻ ഊമകളായിരിക്കണം, ഡംബ് ആൻഡ് ടഫ് ആയിരിക്കണമെന്ന് അർത്ഥം. സംസാരിക്കാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല. അപ്പോൾ പിന്നെ വിയോജിപ്പുകളുണ്ടാവാനുള്ള സാധ്യത കുറവല്ലേ. എന്നാൽ അതിൻ്റെ പേരിൽ മാതാപിതാക്കളെ ആരെങ്കിലും അധിക്ഷേപിക്കാറുണ്ടോ? ചിലർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് കാണുന്നുണ്ട്. അതിനു മേലെയായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വർഗീയ മാതാവിനെയും അദ്ദേഹത്തിൻ്റെ സ്വർഗസ്ഥയായിട്ടുള്ള മാതാവിനെയും കടുത്ത വാക്കുകൾ കൊണ്ട് വളരെ ക്രൂരമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. അത് തീർത്തും ദാരുണമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതൊരിക്കൽ പോലും ആർഷ ഭാരത സംസ്കാരമാകുന്നില്ല. ഈ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ മാത്രമല്ല, മുഴുവൻ ഭാരതദേശത്തിൻ്റെയും പ്രതിച്ഛായയെയാണ് കളങ്കപ്പെടുത്തിയത്. ഇമാം ഉമർ അഹമ്മദ് ഇല്ലിയാസി തുടരുകയാണ്, രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഭാരതത്തിൽ സംഭവിച്ച സർഗാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ഭരണ നൈപുണ്യത്തിന് ശ്രീ മോഡിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച ആദരവും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആദരവുകളും ഈ ബഹുമതികളും ഒരിക്കലും നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് മാത്രമായിട്ടുള്ളതല്ല, പ്രധാനമന്ത്രിക്കുള്ളതാണ്. പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്കുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ അതത്രയും ഭാരത മഹിമയ്ക്ക് നൽകിയ ആദരവുകളും ബഹുമതികളുമാണ്. ഭാരത സംസ്കാര പെരുമയ്ക്കു കൂടി ലഭിച്ച ബഹുമതിയെയാണ്. ഒരു കാര്യം, ഇങ്ങനെ വെറും വിലയ്ക്ക് അധിക്ഷേപിക്കുന്നവർ മനസ്സിലാക്കണം, ശ്രീ നരേന്ദ്രമോദി ഭാരതീയരാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. 37 രാജ്യങ്ങളാണ് ശ്രീ മോദിജിക്ക് അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ഇത് തീർത്തും ബൃഹത്തായിട്ടുള്ള നേട്ടം തന്നെയാണ്. അതിനെ കുറച്ച് കാണാൻ കഴിയില്ല. കാരണം നമുക്കൊരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽക്ക് അവർക്കാർക്കും
ഇത്തരമൊരു ഉയരത്തിൽ എത്തിച്ചേരാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ വലിപ്പക്കുറവിനെയല്ല സൂചിപ്പിക്കുന്നത്. പക്ഷേ 37 രാജ്യങ്ങൾ തങ്ങളുടെ സിവിലിയൻ ബഹുമതി, ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് ഉയർച്ചയുണ്ടായി. വലിയ വ്യക്തിത്വമാണെന്ന് ലോകം സമ്മതിക്കുകയായിരുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാനുമുണ്ട്. വേറെ ഞാൻ ഈ കാര്യങ്ങൾ ഏറെ സങ്കടത്തോടു കൂടിയിട്ടാണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഉമർ അഹമ്മദ് ഇല്യാസി പറഞ്ഞു വച്ചു. നമസ്കാരം. ജയ് മോദിജി, ജയ് ശ്രീരാം, ഭാരത് മാതാ കി ജയ്. നമസ്കാരം.